അതുകൊണ്ട് ഒരു സ്വന്തം ഒരു തൃപ്തിക്ക് വേണ്ടിയിട്ട് നീ ഈ ഒക്ടോബറിൽ ജപമാലയിൽ പങ്കെടുക്കാനായിട്ട് നീ ദേവാലയത്തിലേക്ക് കടന്നു ചെന്ന് ചുമ്മാ ജപമാല ചെല്ലി കടന്നു പോകാതെ നീ അല്ലെങ്കിൽ നിന്റെ വ്യക്തി ജീവിതത്തിൽ നീ ജപമാല ചെല്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ ജപമാല ചെല്ലാൻ തീരുമാനം എടുക്കുമ്പോഴും അല്ലെങ്കിൽ സന്ധ്യാപ്രാർത്ഥനയാണെങ്കിലും അലക്ഷ്യമായിട്ടോ അലസമായിട്ടോ ഒക്കെ ജപമാല ചെല്ലുമ്പോഴും നീ ഒരു സത്യം തിരിച്ചറിയണം. ഈ ജപമാല നീ ചെല്ലുന്ന ജപമാല ദൈവത്തിന്റെ വചനം, അതങ്ങനെ നിസ്സാരമായിട്ട് അലക്ഷ്യമായിട്ടൊന്നും ചെല്ലി തീർക്കേണ്ടതല്ല. മനസ്സിലായോ? അതുപോലെ തന്നെ നിന്റെ ജീവിതത്തിൽ നീ ഭൗതിക നേട്ടങ്ങൾക്കുപരിയായിട്ട് നീ ഒരു ദൈവത്തിന്റെ പുത്രനായിട്ട് ഉയരാനായിട്ട് വളരാനായിട്ട് നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നീ ഇന്നു മുതൽ നീ സമ്പൂർണ്ണ ജപമാല നിന്റെ വ്യക്തി ജീവിതത്തിൽ ചെല്ലി തുടങ്ങി. ഞാൻ നേരത്തെ പറയാൻ പറ്റൊരു കാര്യം ഞാൻ വിട്ടുപോയി. എന്നറിയോ? എന്റെ കഴുത്ത് ശരീരത്തിലുള്ള രത്നങ്ങളാ, സ്വർഗത്തിന്റെ രത്നങ്ങൾ. അതാ ഞാൻ പറഞ്ഞു. സ്വർഗത്തിന്റെ എന്റെ കഴുത്തെ കൊന്ത, എന്റെ കയ്യെ കൊന്ത, എന്റെ 2 വിരളയിലും കൊന്ത. ഇതും കൊന്ത, ഇതും കൊന്ത. ഈ കൊന്ത മാത്രം എന്റെ ശരീരത്തിലുള്ളൂ. പരിശുദ്ധ അമ്മ ഒരു മനുഷ്യനെ ഏറ്റവും കൂടുതൽ സംരക്ഷിക്കുന്ന എവിടുന്നാണെന്നറിയോ? ഏത് മേഖലയെന്നാണെന്നറിയോ? എന്റെ ജീവിതത്തിൽ ഞാൻ പലപ്പോഴും അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട് കേട്ടോ. അവന്റെ ജീവിത വിശുദ്ധി നഷ്ടപ്പെടാൻ സാധ്യതയുള്ള അവസരത്തിലാണ്. അവൻ പാപത്തിൽ എപ്പം മരിക്കാൻ ഇടവരുന്നോ ആ സാഹചര്യത്തിൽ നിന്നാണ് പ്രധാനമായിട്ടും പരിശുദ്ധി അമ്മ ഒരു വ്യക്തിയെ രക്ഷിക്കുന്നത്. വിശുദ്ധി നഷ്ടപ്പെട്ട് തന്റെ പുത്രി നശിച്ചു പോകാൻ പരിശുദ്ധി അമ്മ അനുവദിക്കുക. ഇത് നീ ഒരു മരിയഭക്തനാണെങ്കിൽ, നീ അമ്മയുടെ വിമലഹൃദയത്തിന് സമർപ്പിക്കപ്പെട്ട ഒരു വ്യക്തിയാണെങ്കിൽ, നീ ജപമാല ചെല്ലുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ വീഡിയോ അവസാനിക്കുമ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ ഏതെങ്കിലും ഒരു മാർപ്പാപ്പയോ ഏതെങ്കിലും ഒരു മെത്രാനോ വന്നിട്ട് ഈ ജപമാല ഒന്നും ചെല്ലണ്ട, ഇതൊക്കെ വെറും തെറ്റാണ് എന്നൊക്കെ പറഞ്ഞ് എന്തെങ്കിലും ഒരു പുതിയൊരു പഠനം കൊണ്ട് വന്നു കഴിഞ്ഞാൽ അതിനെ അനുസരിക്കാനോ അതിനെ പിൻചെല്ലാനോ എന്നെ കിട്ടത്തില്ല. ഉള്ള സത്യം ഞാൻ പറഞ്ഞു. കത്തോലിക്ക തിരുസഭ പരിശുദ്ധ അമ്മയെ തള്ളിക്കളയുന്ന ഒരു കാലം വന്നാലും പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.